നമസ്കാരം. നാട്ടുവരമ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കലർപ്പില്ലാത്ത ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നട്ടെല്ല്. ഭക്ഷ്യവസ്തുക്കളിലെ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ ഗവേഷണ പരിശോധനാ ലബോറട്ടറിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. കോവിഡ് കാലത്തിന് ശേഷം നാം മലയാളികൾ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഭക്ഷണം. നമ്മുടെ ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തെ മലിനീകരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേറ്റവും പ്രധാനമാണ് കീടനാശിനികളുടെ അവശിഷ്ട വിഷാംശം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കീടനാശിനി അവശിഷ്ട വിഷാംശ ഗവേഷണ ലബോറട്ടറി 1986 മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ധനസഹായത്തോടുകൂടിയാണ് അന്ന് ഇത് ആരംഭിച്ചത്. ഇപ്പോഴും ICARൻ്റെ ധനസഹായത്തോടുകൂടി തന്നെയാണ് നടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ കീടനാശിനികളുടെ അവശിഷ്ട വിഷാംശം ഭക്ഷണത്തിൽ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് കർഷകൻ തൻ്റെ വിളകളിൽ വരുന്ന രോഗങ്ങൾക്കും കീടങ്ങൾക്കുമെതിരെ പ്രയോഗിക്കുന്ന രാസവസ്തുക്കളാണ് കീടനാശിനികൾ. ആ കീടനാശിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഒരു നിശ്ചിത കാലത്തേക്ക് ശേഷം ആ വിളവിൽ കാണാവുന്ന കീടനാശിനികളുടെ അവശിഷ്ട വിഷാംശത്തെയാണ് എല്ലാവരും ഭയക്കുന്നത്. അപ്പോൾ ആ അവശിഷ്ട വിഷാംശം എത്രത്തോളമാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ശരിക്കും അത് നമ്മുടെ പഠനങ്ങളിൽ കാണിക്കുന്നത് അത് വെറും PPM ലെവലിലേ ഉള്ളൂ. അതായത് 1ന് 10 ലക്ഷമായി മുറിച്ചാൽ അതിലൊരു ഭാഗമാണ് PPM. അപ്പോൾ അത് ആ ഒരു അളവിൽ മാത്രമേ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ഈ കീടനാശിനി സാന്നിധ്യം കാണുന്നുള്ളൂ. ആ ഒരു PPM ലെവൽ പോലും ആരോഗ്യത്തിന് ഹാനികരമാകാം. ഈ കീടനാശിനിയുടെ സാന്നിധ്യം വളരെ കുറവായത് കാരണം, അതായത് PPM ലെവലിലായത് കാരണം ഒരാൾക്ക് നമ്മുടെ ഭക്ഷ്യവസ്തു കണ്ടാൽ അത് ശുദ്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പരിശോധനയിലൂടെ മാത്രമേ ആ കീടനാശിനി സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ അത് പരിശോധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ലബോറട്ടറിയാണ് കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറി വെള്ളായണി കാർഷിക കോളേജിൽ സ്ഥിതി ചെയ്യുന്നു. 2012 മുതൽ ഈ ലബോറട്ടറി അന്താരാഷ്ട്ര നിലവാരമുള്ള ലബോറട്ടറിയായിട്ട് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. NABL നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറീസ് അതിൻ്റെ ISO 17025 2007 എന്ന നിബന്ധനകളനുസരിച്ചുള്ള ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശമായിട്ടുള്ള അവശിഷ്ടത്തിൻ്റെ അളവ് തോതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അന്താരാഷ്ട്ര ലെവലിൽ അംഗീകരിക്കുന്ന ഡേറ്റയാണ്. അന്താരാഷ്ട്ര നിലവാരങ്ങൾ അനുസരിച്ചുള്ള ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട് പർപ്പസിനും കാർഷിക ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിന് ഇവിടുത്തെ ഡേറ്റ അംഗീകാരമുള്ളതാണ്. ഈ ലാബിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് നടന്നു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സർക്കാരിൻ്റെ കീഴിൽ കൃഷി വകുപ്പ് ഫണ്ട് ചെയ്യുന്ന സേഫ് ടു ഈറ്റ് എന്ന പദ്ധതിയാണ്. ഈ പദ്ധതി 2013 മുതൽ ആരംഭിച്ചു. ഈ സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു മലയാളി കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, പ്രധാനമായിട്ടും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, അതിലെ കീടനാശിനി സാന്നിധ്യം പരിശോധിക്കുകയും അത് സർക്കാരിൻ്റെ തന്നെ പ്രധാന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ www.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നാം നോക്കുകയാണെങ്കിൽ ഈ 59 റിപ്പോർട്ടുകൾ, ആദ്യം ഈ പദ്ധതി തുടങ്ങിയ മുതലുള്ള കീടനാശിനി അവശിഷ്ട പരിശോധനാ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അത് മലയാളത്തിലാണ്. ഏതൊരു മലയാളിക്കും നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എത്ര സുരക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതും അതുപോലെ വിവിധ വിപണന കേന്ദ്രങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പഴം, പച്ചക്കറികൾ,
മീൻ, ഇറച്ചി, അതുപോലെ സ്പൈസസ്, പൾസസ്, അങ്ങനെ എല്ലാ സാധനങ്ങളിലും അടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡിൻ്റെ അവശിഷ്ട വിഷാംശം നിർണ്ണയിക്കുകയാണ് നമ്മുടെ ലാബിൻ്റെ ലക്ഷ്യം. സാധാരണ ഇവിടെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എത്ര ശതമാനം അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ട് എന്നുള്ളത് നിശ്ചയിക്കുന്ന അതിനുള്ള ആദ്യ പടിയാണ് നമ്മൾ ഈ നിൽക്കുന്ന ലബോറട്ടറിയിൽ നടക്കുന്നത്. അതായത് കൊണ്ടുവരുന്ന സാമ്പിളുകൾ, അതുപോലെ തന്നെ ഇവിടെ പഴങ്ങളായാലും പച്ചക്കറികളായാലും കൊണ്ടുവന്ന് അവയെ അരച്ച് അതിൽ നിന്നും പെസ്റ്റിസൈഡ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ അടുത്ത ഘട്ടം, അതായത് വിവിധ ഇനം പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ എത്ര അളവിലുണ്ട് എന്നുള്ളത് നിർണ്ണയിക്കാനായിട്ട് ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് സാമ്പിളുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ പ്രാരംഭഘട്ടം നടക്കുന്നത് ഈ ലബോറട്ടറിയിലാണ്. ഇവിടെയുള്ള വിവിധ മെഷീനുകളിൽ നമ്മൾ ഈ സാമ്പിളുകളെ പ്രോസസ്സ് ചെയ്ത് മുകളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ നോർമലായിട്ട് ചെയ്യുന്ന പദ്ധതി. ഈ ലാബിലേക്ക് എത്തുന്ന 1 കിലോ മുതൽ 2 കിലോ വരെയുള്ള സാമ്പിളുകളെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് ഏതാണ്ട് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കുന്ന പ്രോസസ്സാണ് നോർമലി ഓരോ സാമ്പിളിനും നമുക്ക് വേണ്ടി വരുന്നത്. അവസാനമായിട്ട് ഏതാണ്ട് 2 ml സാമ്പിളാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കൊടുത്തു വിടാനായിട്ട് എടുക്കുന്നത്. ഇത്രയും മതിയാവും ഇതിനകത്ത് എന്തുമാത്രം പെസ്റ്റിസൈഡിൻ്റെ അംശമുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ ഉപയോഗിക്കുന്ന വളരെ അതിനൂതനമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ലക്ഷത്തിലൊരംശമെങ്കിലും ഇതിനകത്ത് പെസ്റ്റിസൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടാവും. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഈ റിസൾട്ടുകൾ പലതും നമ്മൾ ഗവൺമെൻറ്റിനാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ് ഇതിനുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നത്. ഏകദേശം 1 മുതൽ 2 കിലോ വരെ പഴങ്ങളും പച്ചക്കറികളാണ് നമ്മുടെ ലാബിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പഴങ്ങളും പച്ചക്കറികളും മുഴുവനായി തന്നെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് അതിനെ 2ആയിട്ട്, അതായത് സാധാരണ നമ്മൾ സ്റ്റോറേജിനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോറേജ് ബോട്ടിലായിട്ട് മാറ്റും. അതുപോലെ ഒരു ഭാഗം അതിൽ ഒരു 15 ഗ്രാമാണ് 15 ഗ്രാം മതി. നമുക്ക് നമ്മുടെ പരിശോധനയ്ക്കായിട്ട് നമുക്ക് 15 ഗ്രാം മാത്രം വെയിറ്റ് എടുത്താൽ മതിയാവും. നമ്മൾ ഈ എടുത്തിരിക്കുന്ന 15 ഗ്രാമിൽ നിന്നാണ് നമ്മൾ ബാക്കി പരിശോധനകളിലേക്ക് കടക്കുന്നത്. ഈ ലാബിൽ നടക്കുന്ന അടുത്ത പരിശോധനാ ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 ഗ്രാം സാമ്പിളാണിത്. അതിലേക്ക് 30 ml അസിറ്റോനൈട്രൈൽ ഒഴിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ അസിറ്റോനൈട്രൈൽ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഷേക്കറിലേക്ക് മാറ്റുന്നു. നല്ല യൂണിഫോം മിക്സിങ്ങിന് വേണ്ടിയാണത്. അസിറ്റോനൈട്രൈൽ ഒഴിക്കുന്ന ലെയർ സെപ്പറേഷന് വേണ്ടിയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതെടുത്ത് അതിലേക്ക് ഒരു 6 ഗ്രാം സോഡിയം ക്ലോറൈഡ് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ് പിന്നെയും ഷേക്കിങ്ങിനായിട്ട് വെക്കും. ലെയർ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെ സെൻട്രിഫ്യൂജിലേക്ക് മാറ്റുന്നതാണ്. ഷേക്കറിൽ നിന്നെടുത്ത സാമ്പിൾ നമ്മൾ കൂളിംഗ് സെൻട്രിഫ്യൂജിലോട്ട് മാറ്റുന്നു. ഇവിടെ സെപ്പറേഷൻ നടക്കുന്നതിനായി ഇതിനൊരു കണ്ടീഷനുണ്ട്. 8000 RPM 8 മിനിറ്റ്സ് 8 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ സ്റ്റേജ് ചെയ്യുന്നത് ലെയർ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. കൂളിംഗ് സെൻട്രിഫ്യൂജിലോട്ട് ലെയർ സെപ്പറേഷന് വേണ്ടിയിട്ട് 8 മിനിറ്റാണ് വയ്ക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളിലെ കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയ അതിസങ്കീർണമാണ്. വിലപിടിപ്പുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് ഇതിനായി വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ ഗവേഷണ പരിശോധനാ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും ഉപയോഗിക്കുന്നത്. വളരെ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപകരണങ്ങൾ ഇവിടെ ലബോറട്ടറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം ഇവിടുത്തെ കാർഷിക സർവകലാശാലയിലെ മാത്രമല്ല മറ്റ് പുറത്തുള്ള ആൾക്കാർക്കും കൂടെ ഞങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവിടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പലർക്കും ഇവിടുത്തെ സൗകര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. കീടനാശിനികളുടെ അവശിഷ്ട വിഷാംശങ്ങൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്നത് വളരെ കുറഞ്ഞ ലെവലിലാണ്, PPM ലെവലിൽ. അതുകൊണ്ട് തന്നെ അവയെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അത് പ്രധാനമായിട്ടും GCMSMS, LCMSMS തുടങ്ങിയ ഉപകരണങ്ങളാണ്. ഒരു ഭക്ഷ്യവസ്തുവിൽ വിവിധങ്ങളായിട്ടുള്ള കീടനാശിനികളാകാം കാണുന്നത്. അതിൽ പ്രധാനമായിട്ടും ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ്, സിന്തറ്റിക് പൈറത്രോയിഡ് തുടങ്ങിയ കീടനാശിനികൾ നാം
GC-MSMS ഉപയോഗിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. മറ്റ് ഇപ്പം നാം ഉപയോഗിക്കുന്ന നൂതന കീടനാശിനികൾ, അതായത് പുത്തൻ കീടനാശിനികൾ, നമ്മുടെ കുമിൾനാശിനികൾ, കളനാശിനികൾ, ഇവയുടെ സാന്നിധ്യം നാം പരിശോധിക്കുന്നത് LC-MSMS എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ക്രൊമാറ്റോഗ്രാഫി അധിഷ്ഠിതമായിട്ടുള്ള വിവിധ ഇനം ഉപകരണങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ്, അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ, ഫ്ലെയിം ഫോട്ടോമെട്രിക് ഡിറ്റക്ടർ, ഈ 2 ഡിറ്റക്ടറുള്ള 3 ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് ഞങ്ങൾക്കിവിടെ ലഭ്യമാണ്. പിന്നെ FTIR, HPLC ഇതുപോലുള്ള എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾക്കിവിടെ ലഭ്യമാകുന്നു. പഴങ്ങളും പച്ചക്കറികളുമൊക്കെ നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതുണ്ട്. അത് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് പോയി കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ വഴി വരുന്ന നമ്മുടെ സാധനങ്ങൾ തന്നെ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വിപണന കേന്ദ്രങ്ങളിൽ നമ്മൾ നേരിട്ട് ചെന്ന് 2 കിലോ 1 മുതൽ 2 കിലോ വരെയുള്ള സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സാധാരണയായിട്ട് നമ്മുടെ ഈ ലാബിൽ പ്രധാനമായും 2 തരം പ്രോജക്റ്റുകളാണുള്ളത്. ഒന്ന് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്, സെൻട്രൽ സെക്ടർ സ്കീം, അതായത് ICARൻ്റെ ഒരു പ്രോജക്റ്റാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ വരുമ്പോൾ അതിന് നമ്മൾ പെസ്റ്റിസൈഡ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് പബ്ലിഷ് ചെയ്യാനുള്ള ഇത്രയുണ്ട് എന്ന് പബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അത് നമ്മൾ ഡയറക്റ്റായിട്ടും ICARനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള പ്രോജക്റ്റിലാണെങ്കിൽ നമ്മൾ നോർമലി ഏതെങ്കിലും പെസ്റ്റിസൈഡ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റേറ്റിനെ അറിയിക്കാൻ, ഗവൺമെൻറ്റിനെ അറിയിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ വെബ് പോർട്ടൽ വഴി അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ ലബോറട്ടറിയിൽ വിവിധങ്ങളായ പദ്ധതികൾ ഉള്ളതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും കൂടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതൊരു ഗവേഷണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥികൾക്കോ തങ്ങളുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ ഈ ലബോറട്ടറിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഒരു നിശ്ചിത ഫീസ് നൽകിയാണ് നിങ്ങളുടെ സാമ്പിളുകൾ അനലൈസ് ചെയ്യേണ്ടത്. 98 കീടനാശിനികൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധിക്കാനായിട്ട് 8000 രൂപയാണ് ഈ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ലാബിനെ സമീപിച്ച് കീടനാശിനി പരിശോധന നടത്താവുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഞങ്ങളുടെ ലബോറട്ടറി തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സാമ്പിളുകൾ എത്തിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഞങ്ങൾ മാക്സിമം 10 മുതൽ 15 ദിവസത്തിനകം ഞങ്ങൾ സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഇക്കോ ഷോപ്പുകളുണ്ട്, ഓർഗാനിക് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ സാമ്പിളും ഞങ്ങളിവിടെ എടുത്ത് അത് ഓർഗാനിക് ആണോ, അതിൻ്റേതായിട്ടുള്ള കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് പരിശോധിച്ച് അതിൻ്റെയും റിപ്പോർട്ട് ഞങ്ങൾ കേരള സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ തരുന്ന സാമ്പിളോട് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു ലക്ഷത്തിൽ ഒരു അംശമെങ്കിലും പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിനൂതനമായ യന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധികാരികത, അതായത് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ ആധികാരികത അത്രയ്ക്ക് ശക്തമായിരിക്കും. അതുപോലെ ഈ ലബോറട്ടറി NABLൻ്റെ അക്രഡിറ്റേഷനുള്ള ലബോറട്ടറിയാണ്. നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് ഇപ്പോൾ എന്തിനാണെങ്കിലും നമ്മുടെ റിസൾട്ടിന് കോടതിയിൽ വരെ വാല്യൂ ഉള്ള റിസൾട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ പരിശോധനാ രീതിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഓരോ മാസവും ഓരോ ജില്ലയിൽ നിന്ന് നമുക്ക് സാമ്പിളുകൾ എത്തിച്ചു തരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ റിസൾട്ട് അതാത് മാസങ്ങളിൽ തന്നെ, ഇപ്പോൾ ഈ മാസത്തെ റിസൾട്ട് അടുത്ത മാസം 1-ാം തീയതി തന്നെ നമ്മുടെ ലാബിൻ്റേതായിട്ടുള്ള വെബ്സൈറ്റിൽ വരുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് തുറന്ന് അത് കാണാം. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് PRRAL.KAU.in എന്ന വെബ്സൈറ്റിൽ ഈ ഒരു ഫലങ്ങൾ അവൈലബിൾ ആണ്. കേരള സർക്കാരിൻ്റെ സേഫ് ടു ഈറ്റ് പദ്ധതിയിൽ വർഷങ്ങളായിട്ട് നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഏറ്റവും അധികം കീടനാശിനി സാന്നിധ്യം കാണുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളിലാണ്. ജീരകം, ഏലക്ക, പെരിഞ്ജീരകം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളിലാണ് കൂടുതലായിട്ടും കീടനാശിനി സാന്നിധ്യം കാണുന്നത്. അത് കഴിഞ്ഞാൽ പച്ചക്കറികളിലേക്ക് വന്നാൽ നമുക്ക് മുളകാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി സാന്നിധ്യം ഞങ്ങൾ കാണുന്നത്. അതുപോലെ ഇലവർഗ പച്ചക്കറികളായിട്ടുള്ള കറിവേപ്പില,
മല്ലിയില, പുതിനയില, ഇതിലുമൊക്കെ കീടനാശിനി സാന്നിധ്യം കാണുന്നുണ്ട്. ക്യാപ്സിക്കത്തിൽ കാണുന്നുണ്ട്. ഇവയിലൊക്കെ തുടർച്ചയായി കീടനാശിനി കിട്ടുന്നതാണ്. പക്ഷേ മറ്റ് പല പച്ചക്കറികളിലും വളരെ വിരളമായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ബീൻസ്, വെണ്ടയ്ക്ക, പയറ് തുടങ്ങിയ പച്ചക്കറികളിൽ വളരെ വിരളമായിട്ട് ഞങ്ങൾക്ക് കീടനാശിനി സാന്നിധ്യം കിട്ടാറുണ്ട്. അതുപോലെ പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഏറ്റവും ഭയക്കേണ്ടത് ഗ്രേപ്സ് ആണ്, മുന്തിരി. അതായത് പച്ചമുന്തിരിയോ അല്ലെങ്കിൽ പച്ചമുന്തിരി ആയാലും അല്ലാതെ ബ്രൗൺ മുന്തിരി ആയാലും എല്ലാ മുന്തിരിയിലും കീടനാശിനി സാന്നിധ്യം കാണുന്നുണ്ട്. അതുമാത്രമാണ് നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ ബാൻ ചെയ്ത പെസ്റ്റിസൈഡുകൾ അത് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലാണെങ്കിലും വളരെ വില കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് കർഷകർ അത് വാങ്ങി ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഗവൺമെൻറ് അനുശാസിക്കുന്ന ഒരുപാട് പെസ്റ്റിസൈഡുകളുണ്ട്. അതിൻ്റെ ഉപയോഗക്രമങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ക്ലാസ്സുകൾ ഇവിടെ നമ്മുടെ പ്രൊഫസേഴ്സ് പോയി അവർക്ക് ക്ലാസ് എടുത്ത് അതിനുള്ള ഉപയോഗക്രമങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പലരും അത് അങ്ങനെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പഴയ തരത്തിലുള്ള പെസ്റ്റിസൈഡുകളുടെ അളവ് ഇപ്പോൾ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാൻഡ് പെസ്റ്റിസൈഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിയമപരമായി അറിയിക്കുന്നുമുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയിക്കുന്നു. പച്ചക്കറികളിലെയും പഴവർഗ്ഗങ്ങളിലെയും കീടനാശിനിയുടെ അവശിഷ്ടം കണ്ടെത്തുന്നതിന് പുറമെ കുടിവെള്ളത്തിലെ കീടനാശിനിയുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിലും വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ ഗവേഷണ പരിശോധനാ ലബോറട്ടറിയിൽ അവസരമുണ്ട്. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള പരിശോധനയിൽ ഈ പരീക്ഷണശാല മുന്നിൽ നിൽക്കുന്നു എന്നതും അഭിമാനകരം തന്നെ. പുഴകളിലെ വെള്ളമോ അല്ലെങ്കിൽ കനാലിലെ വെള്ളം, കിണറ്റിലെ വെള്ളം, ഇതെല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് കീടനാശിനി സാന്നിധ്യം വളരെ വിരളമായിട്ട് മാത്രമേ ഈ വെള്ളത്തിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ വെള്ളം കീടനാശിനിയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ വളരെ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പലപ്പോഴും പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കുടിവെള്ളത്തെ പറ്റി ഒരു അസ്വസ്ഥത തോന്നിയേക്കാം. അതിൽ കീടനാശിനി സാന്നിധ്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധനയ്ക്ക് തരാവുന്നതേ ഉള്ളൂ. ഒരു നിശ്ചിത ഫീസ് ഈടാക്കി ഞങ്ങൾ ആ പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ കൊണ്ടുവരുന്ന വെള്ളം ഈ വാക്വം ഫ്ലാഷ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത്. ഇതിൽ വെള്ളം കൊണ്ടുവന്ന് ഇത് നമ്മൾ സാധാരണയായി വറ്റിച്ച് ഇതുപോലെ നമ്മുടെ സോൾവെൻറ്റുകളിലോട്ട് മാറ്റി അതിനകത്ത് എന്തുമാത്രം പെസ്റ്റിസൈഡ് ഉണ്ട്, അതും ഈ പറഞ്ഞതുപോലെ വളരെ ലക്ഷത്തിൽ ഒരു അംശമെങ്കിലും പെസ്റ്റിസൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളിലെ കീടനാശിനികൾ ഉണ്ടോ ഇല്ലയോ, അവർക്ക് പ്രീമിയം പ്രൈസിൽ അത് വിൽക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പല സമൂഹത്തിനും കൃഷിക്കാർക്കും പ്രയോജനമുള്ള പല ടെസ്റ്റുകളും ഗവേഷണങ്ങളും ഇവിടെ നടന്നു വരുന്നു. പഴം പച്ചക്കറികളിലെ കീടനാശിനി പരിശോധനയ്ക്ക് പുറമെ മറ്റ് സേവനങ്ങളും ഞങ്ങളുടെ ലബോറട്ടറികൾ നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും പരിശീലനങ്ങൾ, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഒരു അപേക്ഷ തന്നാൽ മതി. ഞങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. ഭക്ഷ്യവസ്തുക്കളിലെ അവശിഷ്ട വിഷാംശത്തെക്കുറിച്ച് ഓർത്ത് നാം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഇവയെ നിയന്ത്രിക്കുന്നതിന് പ്രധാനമായിട്ടും നമ്മൾ 2 തലത്തിലാണ് ഇവയെ നോക്കിക്കാണേണ്ടത്. ഒന്ന്, വിളവെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത്, വിളവെടുത്തതിന് ശേഷം നാം എന്തൊക്കെ ശ്രദ്ധിക്കണം. വിളവെടുക്കുന്നതിന് മുൻപെന്ന് പറയുമ്പോൾ അത് കർഷകർക്കാണ് ഏറ്റവും പ്രധാനം. കർഷകർ ചെയ്യേണ്ട എന്തൊക്കെ? ശരിയായ കീടനാശിനി കൃത്യമായ സമയത്ത് കൃത്യമായ തോതിൽ ചെടികളിൽ നാം അപ്ലൈ ചെയ്യേണ്ടതാണ്. എന്നാൽ കീടനാശിനി അവശിഷ്ട വിഷാംശം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ കൃത്യമായ കാത്തിരിപ്പ് കാലം, അതായത് നാം കീടനാശിനി പ്രയോഗിക്കുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കാലയളവ് വളരെ പ്രധാനമാണ്. അത് നമ്മൾ കൃത്യമായി പാലിക്കുക, ആ ഒരു കാത്തിരിപ്പ് കാലം പാലിക്കുക. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് കീടനാശിനിയുടെ സാന്നിധ്യം കുറയ്ക്കാം. ഇത് കർഷകർ ചെയ്യേണ്ടത്. എന്നാൽ വിളവെടുപ്പിന് ശേഷം ഒരു വീട്ടമ്മ മാർക്കറ്റിൽ നിന്നും പച്ചക്കറികളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെയൊക്കെ കീടനാശിനി സാന്നിധ്യം മാറ്റാം.
അതിൽ പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള കീടനാശിനികളാണ് കാണപ്പെടുന്നത്. ഒന്ന് സ്പർശനശേഷിയുള്ളതും മറ്റേതെന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതും. അതിന് സിസ്റ്റമിക് എന്ന് പറയും, മറ്റേ സ്പർശനശേഷിയുള്ളതിനെ കോൺടാക്റ്റ് എന്ന് പറയും. അങ്ങനെ 2 തരത്തിലാണ് നമ്മുടെ കീടനാശിനികൾ. അതിൽ കോൺടാക്റ്റ് കീടനാശിനികൾ, അതായത് സ്പർശനശേഷിയുള്ള കീടനാശിനികൾ നമ്മൾ നല്ലവണ്ണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീക്കം ചെയ്യാവുന്നവയാണ്. എന്നാൽ സിസ്റ്റമിക് കീടനാശിനികൾ മാറുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നല്ലവണ്ണം കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ശതമാനം കീടനാശിനികൾ വിഘടിച്ച് പോകും. അതാണ് അതിൻ്റെ പിന്നിൽ. 2% പുളിവെള്ളത്തിൽ നമ്മുടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒരു 20 മുതൽ 30 മിനിറ്റ് മുക്കി വെച്ച ശേഷം ശുദ്ധജലത്തിൽ 2-3 തവണ കഴുകിയെടുത്താൽ നല്ലൊരു ശതമാനം കീടനാശിനികളെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ പുളി എന്ന് ഉദ്ദേശിച്ചത് പിഴിമ്പുളിയാണ്. അതുപോലെ അത് കഴിഞ്ഞ ശേഷം വിനാഗിരി നല്ലൊരു കീടനാശിനി മാറ്റാൻ പറ്റിയ ഒരു കെമിക്കലാണ്. അതായത് വിനാഗിരിയിലും ഇതുപോലെ 2% വിനാഗിരി, അതായത് 20 മില്ലി വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ പച്ചക്കറികൾ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. അതിനുശേഷം ശുദ്ധജലത്തിൽ 2-3 തവണ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കീടനാശിനികളെ മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഉപ്പുവെള്ളത്തിൽ കഴുകുക. അതും ഒരു പരിധിവരെ കീടനാശിനി സാന്നിധ്യം മാറ്റിയെടുക്കും. ഇപ്പോൾ കർഷകരുടെ സാമ്പിളിലോ ഒക്കെ നമുക്ക് കൂടുതലായി പെസ്റ്റിസൈഡുകൾ കണ്ടുവരികയാണെങ്കിൽ അവർക്ക് പെസ്റ്റിസൈഡ് കുറയ്ക്കാനുള്ളതും അവർക്ക് നല്ല രീതിയിൽ എങ്ങനെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്ലാസ്സുകൾ എടുക്കലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അവർക്ക് നമ്മൾ നിയമപരമായി നീങ്ങലോ അങ്ങനെയൊന്നുമല്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ അവർക്ക് നിയമപരമായി അവർക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊന്നുമല്ല. സാധാരണ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു ക്ലാസ്, ആ പ്രദേശത്ത് ഒരു ക്ലാസ്, അവർക്ക് ഇൻഡിവിജ്വലായിട്ടും അല്ല, ആ പ്രദേശത്ത് അവരുടെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കും. ഏതാണ് നമുക്ക് പുതിയ തരം പെസ്റ്റിസൈഡുകളുള്ളത്, ബാൻഡ് പെസ്റ്റിസൈഡൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ, ഇന്ന പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഇത് നമ്മൾ ബാൻഡാണെന്നും പുതിയ തരം പെസ്റ്റിസൈഡുകൾ ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ ഉപയോഗ രീതികൾ ഇതാണ്, ഉപയോഗക്രമങ്ങൾ ഇങ്ങനെയാണെന്ന് ഉള്ള ഒരു ക്ലാസ് അവർക്ക് എടുത്തു കൊടുക്കലാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പുതിയ കീടനാശിനികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വേണ്ട പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഈ ലബോറട്ടറിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചാണ് പുതിയ കീടനാശിനികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ വിവിധ ഇനം ഗവേഷണ പദ്ധതികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായി നമ്മൾ ഇതിന് മുന്നേയൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളിൽ നോർമലി ധാരാളം പെസ്റ്റിസൈഡുകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം നമ്മളതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമൊക്കെ നമ്മുടെ പല ക്ലാസ്സുകളുടെയും അതുപോലെ അവർക്ക് വിത്തുകളും വളങ്ങളും ഒക്കെ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നതിൽ നിന്ന് പെസ്റ്റിസൈഡിൻ്റെ എണ്ണം കുറവായിട്ടാണ്, അളവ് കുറവായിട്ടാണ് നമുക്ക് കണ്ടുവരുന്നുള്ളത്. പക്ഷേ നോർമലി നമ്മൾ എടുക്കുന്ന വലിയ വലിയ കടകളിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓർഗാനിക്കിൻ്റെ ലേബലിൽ കിട്ടുന്നതിലും പലതിലും നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ കർഷകരിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ അത് വളരെ കുറവായിട്ടാണ്, കുറഞ്ഞു വരുന്നു എന്ന് തന്നെ അത് കാണേണ്ടതാണ്. ഈ ലബോറട്ടറിയിൽ കീടനാശിനി അവശിഷ്ട പരിശോധനയ്ക്കായിട്ട് ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരും മറ്റ് ഗവേഷണ വിദ്യാർത്ഥികൾ, റിസർച്ച് അസോസിയേറ്റ്സ്, അങ്ങനെ വലിയൊരു ടീം തന്നെ ഈ ലബോറട്ടറിയിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ 2 വർഷം കൂടിയിരിക്കുമ്പോഴും ഈ ലബോറട്ടറി NABLൻ്റെ റീ അസസ്മെൻറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുതിയ ടെസ്റ്റിംഗ് രീതികളും പുതിയ ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗങ്ങളും എല്ലാം ഇവിടെ എപ്പോഴും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷ്യവസ്തുക്കളിലെ കീടനാശിനി അവശിഷ്ട വിഷാംശത്തിനെ കുറിച്ചുള്ള അനാവശ്യ ചിന്തകളെല്ലാം അകറ്റി നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളിൽ കുറച്ചെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് നല്ല ശുദ്ധമായ പച്ചക്കറി, വിഷം തീണ്ടാത്ത ശുദ്ധമായ പച്ചക്കറി നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും കൊടുത്ത് അവരെ ആരോഗ്യകരമായിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഭക്ഷ്യപദാർത്ഥങ്ങളിലെ വിഷാംശം കണ്ടെത്തുന്നതിന് പുറമെ
നിരോധിത കീടനാശിനികളുടെ പ്രയോഗം തടയാനുള്ള ബോധവൽക്കരണ പരിപാടികളും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയ്ക്ക് എന്നും മുതൽക്കൂട്ട് തന്നെ. നാട്ടുവരമ്പിന്റെ ഈയൊരു അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.